ബീച്ചിൽ പോണേന് മുന്നേ ഇത് കൊടുത്തിട്ട് കൊണ്ടുപോകാൻ കേട്ടോ. അവിടെ ചെന്നോണ്ടേ വിശക്കും. അപ്പം കുറച്ചു നേരം കളിക്കുമ്പോഴേക്കും ഇവർക്ക് പിന്നെ ടയേർഡ് ആവും. അതുകൊണ്ട് നമുക്ക് ഇത് ജ്യൂസ് കൊടുത്തിട്ട് കൊണ്ടുപോകാം. അത് കഴിയുമ്പോഴേക്കും കളിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് മേടിച്ചു കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ നമുക്കുള്ള ഒരു ചെറിയൊരു ജ്യൂസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പം നമുക്ക് അതിന് വേണ്ടത് ഒരു ആപ്പിൾ, പഴമാണ്. പഴം കഴിക്കില്ലെങ്കിൽ ഞാൻ ഇപ്പം ജ്യൂസ് ആക്കി കൊടുക്കാം. അപ്പം പ്രശ്നം തീരും. അതിൻ്റെ മേളിൽ കയറി ഉടനെ. അപ്പം നമുക്കിത് കഴുകിയെടുക്കാം. ഇന്ന് രാവിലെ മേടിച്ച പഴമാണ്, പക്ഷേ പെട്ടെന്ന് കറുത്തു, ചൂടായതുകൊണ്ടായിരിക്കും. ഇനി നമുക്ക് ഇതിന് വേണ്ടത് ഒരു ആപ്പിളും ഒരു പഴം, പിന്നെ നമ്മുടെ പീനട്ട് ബട്ടർ, പിന്നെ കുറച്ച് പാലുമാണ് വേണ്ടത്. പാല് തണുത്തതാണ് നല്ലത്, പക്ഷെ ഇവർക്ക് ജലദോഷമൊക്കെ ആയതുകൊണ്ട് പഴുത്തത് നമുക്ക് കൊടുക്കത്തില്ല. അപ്പോൾ നമുക്ക് ഈ ആപ്പിൾ ഒന്ന് തൊലി കളഞ്ഞെടുക്കാം. തൊലി ഇത് കുടിച്ചിട്ട് പോകുമ്പോഴേ ഇത് പെട്ടെന്ന് നല്ല വിശപ്പ് തോന്നത്തില്ല. അപ്പം ഇവർക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റും. കളിച്ച് കഴിയുമ്പോഴത്തേക്ക് തളരും. അപ്പം പിന്നെ ഫുഡ് വെച്ചാൽ അല്ലെങ്കിൽ ചെന്ന ഉടനെ വിശക്കണു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ കളിക്കാനും പറ്റത്തില്ല. ഇവിടെ നമ്മളിന്ന് നാളെ ഇപ്പോൾ വിഷുവിന് സ്കൂൾ തുറക്കുകയാണ്. അപ്പം വിഷുവിന് സ്കൂള് അപ്പോൾ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് നമ്മളിന്ന് ഒന്ന് പുറത്തു കൊണ്ടുപോകണം. അപ്പോൾ ഫ്ലവർ ഷോയ്ക്ക് പോകണോ ബീച്ചിൽ പോകണോ എന്ന് ചോദിച്ചപ്പോൾ അവർക്ക് ഇപ്പോൾ ഫ്ലവർ ഷോയ്ക്ക് പോകണ്ട, ബീച്ചിൽ പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആപ്പിൾ കട്ട് ചെയ്തെടുക്കാം. കുഞ്ഞു കുഞ്ഞു കഷ്ണമായിട്ട് കട്ട് ചെയ്ത്. നമ്മൾ മാത്രമല്ല ബീച്ചിൽ പോണത്, അമ്പിളിശ്ശിയും കുഞ്ഞാറ്റയില്ലേ, കുഞ്ഞാറ്റ എന്നുള്ള വീഡിയോയിലുണ്ടായിരുന്നില്ലേ, ആ കുഞ്ഞാറ്റയും അമ്പിളിശ്ശി ഇന്നലെ രാത്രി പോകാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ പറ്റിയില്ല, വിഷുവിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. അങ്ങനെ പോയിട്ട് വന്നപ്പോഴേക്കും ലേറ്റായി. അതുകൊണ്ട് ഇന്ന് പ്ലാൻ ചെയ്തു. ഇന്നിപ്പോൾ സൺഡേ ആണല്ലോ. അപ്പോൾ നമ്മൾ ആപ്പിളും പഴവും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലോട്ട് ഇടാം, ജാറിലോട്ട് ഇടാം. ഇട്ടതിന് ശേഷം നമുക്ക് ഒരു സ്പൂൺ പീനട്ട് ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം. പാലും കൂടി ഒഴിക്കാവേ. എൻ്റെ ദൈവം, അടി കൂടരുത്. തെച്ചു നല്ലപോലെ അരിഞ്ഞാൽ ഇവർ കുടിക്കത്തുള്ളൂ. അപ്പം ഇത് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇവർക്ക് കൊടുക്കാം. ഇതിൽ മധുരം ഇട്ടിട്ടില്ല, കാരണം നല്ല മധുരം കാണും. അപ്പം പഞ്ചസാരയുടെ ആവശ്യമില്ല. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈ ആപ്പിളും പഴമൊക്കെ കഴിക്കാൻ കുട്ടികൾക്ക് ഭയങ്കര പാടാണ്, പക്ഷെ ഇത് നന്നായിട്ട് അവർക്ക് കുടിക്കും. പിന്നെ ഡെയിലി വീഡിയോ ഇടാൻ പറ്റാത്ത ഞാനാണെങ്കിൽ തിരിച്ച് ജോലിക്ക് റീജോയിൻ ചെയ്തായിരുന്നേ. അപ്പോൾ ഡെയിലി നമുക്ക് വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല. ദച്ചു കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ റിസൈൻ ചെയ്തത്. പിന്നെ ഇപ്പോൾ തിരിച്ച് ജോലിക്ക് കയറി. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് ഡെയിലി ഇപ്പോൾ വീഡിയോസ് ഇടാൻ പറ്റാത്ത. അപ്പോൾ നമുക്കിത് വിഷുവിന് ദച്ചുവിന് കൊടുക്കാം. കുടിച്ചിട്ട് കുടി 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 പെട്ടെന്ന് കുടിച്ചു കാണിച്ചേ. കൊള്ളാം, എങ്ങനെയുണ്ട്? ദച്ചു 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 കുടി. നല്ല ടേസ്റ്റ് ഉണ്ട്. ഏതായാലും കുടിക്കുക കേട്ടോ. ഫസ്റ്റ് ടൈം കുടിക്കുന്നുണ്ട്.